ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷിപ്പിംഗ് ചാർജിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് കുറേ ദൂരത്തേക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഷിപ്പിംഗ് ചാർജും വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നില്ല ഈ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്നത് ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ് ആണ്. അത് കുറേ സ്ഥലത്തേക്ക്, കേരളത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും കുറേ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ സ്ഥലത്ത് നിന്നും കുറേ ദൂരത്തേക്ക്, ഒരു തമിഴ്നാട്ടിലേക്കൊക്കെ ഒരു ഓർഡർ നിങ്ങൾക്ക് വന്നു, ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഹെയർ ബാൻഡിനിട്ട് റേറ്റ് 100 രൂപയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ 100 രൂപ ഹെയർ ബാൻഡിൻ്റെ റേറ്റാണ്. അപ്പം നിങ്ങളത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് പോയാൽ നിങ്ങൾക്ക് പൈസ വേറെ കൊടുക്കേണ്ടി വരും അത് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പം 100 രൂപയിൽ ഒരു 50 രൂപ പിന്നെ ഷിപ്പിംഗ് ചാർജ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ലാഭം ഉണ്ടാവുക? വെറും 50 രൂപയല്ലേ ഉള്ളൂ. 100 രൂപ ഹെയർ ബാൻഡിനായി. അപ്പം നിങ്ങൾ അവരോട് ഷിപ്പിംഗ് ചാർജ് വാങ്ങിയില്ല. പകരം നിങ്ങൾ അത് DTDC ആയാലും പോസ്റ്റ് ഓഫീസ് ആയാലും അവിടെ പോയിട്ട് അയക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ നിന്നും 50 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഹെയർ ബാൻഡിൽ എത്ര രൂപയാണ് കിട്ടുക? 50 രൂപയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ? അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കസ്റ്റമറോട് തന്നെ വാങ്ങണം. ഇപ്പം നിങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്തും ഷിപ്പിംഗ് ചാർജ് വാങ്ങാതിരിക്കരുത്. കാരണം എക്സ്ട്രാ പൈസ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ഒരു 50 രൂപൻ്റെ ഹെയർ ബാൻഡ് നിങ്ങൾ ഒരാൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട് വയനാടാണ്, കണ്ണൂരിലേക്ക് ഞാനിപ്പോൾ ഒരു ഹെയർ ബാൻഡ് 50 രൂപൻ്റെ ഹെയർ ബാൻഡ് അയക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി പോയി ഞാൻ അയക്കുകയാണ്. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് 50 രൂപ വന്നു. അപ്പം അവിടെ പോയിട്ട് 50 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ പിന്നെ എനിക്കൊരു ലാഭവും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഷിപ്പിംഗ് ചാർജ് വേറെ തന്നെ വാങ്ങണം. ചിലരൊക്കെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് അയക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ അവരതിൻ്റെ കൂടെ ആ ഷിപ്പിംഗ് ചാർജോടെ കൂട്ടിയിട്ടാണ് നിങ്ങളോട് എമൗണ്ട് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണല്ലോ എന്ന്. അതാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചതൊക്കെ ഞാൻ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുത്ത പ്രൊഡക്റ്റാണ്. ഇത് 2 കിലോയോളം ഉണ്ട്. അപ്പോൾ 2 കിലോന് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഹെയർ ബാൻഡൊക്കെ ഫ്രീ ആയി കൊടുത്തത് കേട്ടോ. അത്രയും എടുത്തതുകൊണ്ട് ഇപ്പോൾ 2 കിലോ വാങ്ങുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടും. അപ്പോൾ ഓരോന്നിൻ്റെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് അയക്കുമ്പോൾ എത്ര രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങാമെന്നും, പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണോ DTDC വഴിയാണോ അയക്കുന്നത് നല്ലതെന്നും, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് വാങ്ങേണ്ടതെന്നൊക്കെ കുറേ സംശയങ്ങൾ ഉണ്ടാവില്ലേ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഷിപ്പിംഗ് ചാർജ് എന്തായാലും നമ്മൾ എന്ത് സാധനം വിൽക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണോ, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്